ശ്രീ പി ഡി ടി ആചാരി, ഇതൊരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അതായത് പ്രത്യേകിച്ച് ഈ ഹരിയാനയിലും ബീഹാറിലുമൊക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്, ഇതൊക്കെ രണ്ട് തരത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയെ സമീപിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ SIRലേക്ക് പോകുന്നു ചിലയിടത്ത് പഴയ പട്ടികയിൽ തന്നെ കൃത്രിമം കാണിച്ച് നേടി അധികാരത്തിലേക്ക് എത്തിയ അതേ ഭരണവർഗം തന്നെയാണ് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ SIRുമായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും കാണാത്ത ഒരു പ്രത്യേകതരം ഏർപ്പാടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ. ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ 1950 മുതൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്ന ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ ഇലക്ഷൻ എല്ലാം നടത്തുന്നത് അവരാണ്. ഈ ഇലക്ടറൽ റോൾ ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്, റിവൈസ് ചെയ്യുന്നത് അവരാണ്. ഇതൊക്കെ എന്നും ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി റേസ് ചെയ്തിരിക്കുന്ന പല ഇഷ്യൂസ്, അതൊക്കെ വാസ്തവം പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ 1324 വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല വെറും ഇലക്ഷൻ നടത്തുകയും റൂൾസ് ഉണ്ടാക്കുകയും മാത്രമല്ല, അതിനകത്ത് തന്നെ ഇൻഹറൻ്റ് ആയ ഒരു റെസ്പോൺസിബിലിറ്റി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഈ റൂൾസിൻ്റെ പ്രിപ്പറേഷനിലായാലും അതുപോലുള്ള കാര്യങ്ങളിലായാലും എന്തെങ്കിലും അതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ, അലിഗേഷൻസ് വന്നാൽ, ആരോപണങ്ങൾ, സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ വന്നാൽ, അതും പ്രത്യേകിച്ചും ഒരു ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ബാധ്യതയും ഈ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. യെസ്.